ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരുന്ന എൻ്റെ ഫേസ് എങ്ങനെയാണ് ഇതുപോലെ ക്ലിയർ സ്കിൻ ആയത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എൻ്റെ സ്കിന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ സ്കിന്ന് പണ്ട് മുതലേ നല്ല ക്ലിയർ സ്കിന്നായിരുന്നു. അങ്ങനെ പിമ്പിൾസോ അതുപോലെ പിമ്പിൾ മാർക്സോ ഒന്നുമില്ലാത്ത വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കിന്നായിരുന്നു എൻ്റെത്. പക്ഷെ പെട്ടെന്ന് തന്നെ എൻ്റെ സ്കിന്നിൽ ഒത്തിരി പിമ്പിൾസ് വരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഫേസിലെ പിമ്പിൾസ് ഒക്കെ എങ്ങനെയാണ് ഞാൻ മാറ്റിയത്, പഴയതുപോലെ എൻ്റെ ഫേസ് എങ്ങനെയാണ് ഇതുപോലെ ക്ലിയർ സ്കിൻ ആയത് എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. ഇതിൽ ഫേസ് പാക്കുകളോ അതൊന്നുമല്ല ഞാനിവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. ഒരു ചെറിയ ടിപ്പ് മാത്രം യൂസ് ചെയ്തിട്ടാണ് എൻ്റെ സ്കിന്ന് പഴയതുപോലെ ഞാൻ ആക്കിയെടുത്തത്. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ പിമ്പിൾ ജേർണീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു കോവിഡ് സമയം മുതലാണ് എൻ്റെ ഫേസിൽ ചെറിയ രീതിക്ക് പിമ്പിൾസ് ഒക്കെ വന്നു തുടങ്ങിയത്. നമ്മുടെ ആ ഒരു ലോക്ക്ഡൗൺ ആയിരുന്ന കാലഘട്ടം നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ 24 hours നമ്മുടെ വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒത്തിരി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല രീതിക്ക് ഫുഡൊക്കെ കഴിക്കുന്ന ഒരാളായിരുന്നു ഞാൻ ആ സമയത്ത്. അപ്പോൾ ഞാൻ കൂടുതലും ഞാൻ ഫുഡ് കഴിച്ചിരുന്നത് ഷുഗർ കണ്ടൻറ്റ് കൂടിയ ഫുഡുകളായിരുന്നു കൂടുതലും കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് വീട്ടിൽ തന്നെ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഒത്തിരി മധുരം ഞാൻ കഴിക്കാൻ തുടങ്ങി. ആ ഒരു കോവിഡ് സമയത്തായിരുന്നു ഒത്തിരി ഞാൻ മധുരമുള്ള പലഹാരങ്ങളും അതുപോലെ തന്നെ മധുരമുള്ള സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു മധുരം ഭയങ്കരമായിട്ട് ഓവറായിട്ട് കഴിച്ച് തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ ഫേസിൽ ഇതുപോലെ പിമ്പിൾസ് വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ആ ഒരു സമയത്ത് ശരിക്കും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ചുകൂടെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഷുഗർ യൂസ് ചെയ്യുന്നത് വളരെയധികം കൂടിപ്പോയി എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങിയത്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ എല്ലാ ദിവസവും ചായ കുടിക്കുന്നവരാണ്. അപ്പം ഞാൻ ഒരു ദിവസം 3 അല്ലെങ്കിൽ 4 ചായ വരെ കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം തന്നെ 3-4 ചായ വരെ കുടിക്കുന്നുണ്ടായിരുന്നു. നല്ല രീതിക്ക് തന്നെ ഷുഗർ ഇട്ടിട്ടാണ് ഞാൻ ചായ കുടിക്കാറുണ്ടായിരുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ചായ കുടിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കോളേജിൽ പോയതിനു ശേഷം ഒരു 11:15 ആകുമ്പോഴത്തേക്ക് പിന്നെയും ഒരു ചായ കുടിക്കാറുണ്ടായിരുന്നു. കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു ചായ കുടിക്കാറുണ്ടായിരുന്നു. അതുപോലെ വീട്ടിൽ വന്നതിന് ശേഷവും ഒരു ചായ കുടിക്കും. അങ്ങനെ ഒരു ദിവസം മിനിമം 3 ചായയെങ്കിലും ഞാൻ കുടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിക്ക് തന്നെ എൻ്റെ ബ്ലഡിലും അതുപോലെ തന്നെ എൻ്റെ ശരീരം കംപ്ലീറ്റ് ഷുഗർ നല്ല രീതിക്ക് തന്നെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഇത് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് എൻ്റെ ഫേസിൽ നല്ല രീതിക്ക് പിമ്പിൾസ് വന്നതിന് ശേഷമാണ്. എൻ്റെ കഴിഞ്ഞ കുറേ വീഡിയോസിലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കുറച്ച് ഈ പിമ്പിൾസ് മാറാനുള്ള കുറച്ച് ഫേസ് പാക്കുകളും കുറച്ച് ടിപ്സൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് എൻ്റെ ഫേസിൽ ഒത്തിരി പിമ്പിൾസ് വന്ന് തുടങ്ങിയത്. ഞാൻ ഈ ഒരു ഫേസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പിമ്പിൾസ് പോകാറുണ്ട്. പക്ഷേ പിന്നീടും ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് പിന്നെയും തിരിച്ച് പിമ്പിൾസ് വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും എൻ്റെ ഫേസിൽ പിമ്പിൾസ് മാറാതെ തന്നെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു പോർഷനിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പിമ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നത്. പിമ്പിൾസ് മാറിയതിന് ശേഷവും അതിൻ്റെ മാർക്സ് എൻ്റെ സ്കിന്നിൽ എപ്പോഴും തന്നെ ആ ഒരു 2-3 ആഴ്ച ആ ഒരു മാർക്സ് എൻ്റെ ഫേസിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ വീഡിയോസൊക്കെ നോക്കി ഒത്തിരി ഫേസ് പാക്കുകളും ടിപ്സൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് 1-2 വീഡിയോസ് നോക്കിയപ്പോഴാണ് ഇതുപോലെ ഷുഗർ കണ്ടൻറ്റ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നവർക്ക് നമ്മുടെ ഫേസിൽ ഇതുപോലെ പിമ്പിൾസും അതുപോലെ തന്നെ ഒത്തിരി മാർക്സ് ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള രീതിക്ക് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ എൻ്റെ ആ ഒരു ഡയറ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫുഡ് രീതി ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയത്. അപ്പോൾ എൻ്റെ ഓരോ ദിവസത്തെയും ഫുഡ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയതിന് ശേഷമാണ് എൻ്റെ സ്കിന്നിൽ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ബോഡിയിൽ ഇത്രമാത്രം പിമ്പിൾസ് വരാനുള്ള കാരണം എനിക്ക് മനസ്സിലായത്. അതിൻ്റെ മെയിൻ റീസൺ ഓവറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷുഗർ തന്നെയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കണ്ടെത്തിയ ഒരു ടിപ്പാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഞാൻ 2 ആഴ്ച ഷുഗർ ഡയറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിക്ക് തന്നെ എൻ്റെ ഫേസിലുള്ള പിമ്പിൾസ് കംപ്ലീറ്റ് ആയിട്ട് മാറി. അത് മാത്രമല്ല പിന്നീട് പിമ്പിൾസ് വരാതെ പഴയതുപോലെ എൻ്റെ പണ്ടത്തെ സ്കിൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ എനിക്ക് സ്കിന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഷുഗർ ഡയറ്റ് തുടങ്ങിയത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ ഒരു ടഫായിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു. കാരണം ഒരു ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം ഇത്രയും ഷുഗർ കണ്ടൻറ്റ് യൂസ് ചെയ്യുന്ന ഫുഡുകളാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്.
പെട്ടെന്ന് തന്നെ എല്ലാ ഷുഗർ കണ്ടൻസും ഉള്ള ഫുഡൊക്കെ നിർത്താനായിട്ട് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് പാടായിരിക്കും. അപ്പോൾ എനിക്കും ആദ്യത്തെ കുറച്ച് 1-2 ദിവസങ്ങളിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് കുറച്ചൊന്ന് സെറ്റായി വരുന്നുണ്ട്. ഞാൻ 2 ആഴ്ചയായി ഇതുപോലെ ഷുഗർ ഡയറ്റ് ചെയ്ത് തുടങ്ങിയിട്ട്. എൻ്റെ ഈ ഒരു ഷുഗർ ഡയറ്റിൽ ഞാൻ ആദ്യം കൊണ്ടുവന്ന മാറ്റം എന്ന് പറയുന്നത് എൻ്റെ ചായ കുടി തന്നെയാണ്. ചായ കുടിക്കുന്നത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനായിട്ടായിരുന്നു ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ വീട്ടിൽ നമ്മുടെ അമ്മമാരൊക്കെ ഡെയിലി നമുക്ക് രാവിലെയും വൈകിട്ടും ചായയൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലും അതുപോലെ അമ്മ എല്ലാ ദിവസവും ചായ കൊണ്ട് രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്നതിന് മുന്നേ ചായ കൊണ്ട് വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരു ദിവസം ഒരു നേരമെങ്കിലും ചായ കുടിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചെയ്യുന്നത് രാവിലെ മാത്രമാണ് ചായ കുടിക്കാറുള്ളത്. ഷുഗർ ഇല്ലാതെയാണ് ഞാൻ ചായ കുടിക്കുന്നത്. മധുരം ഇടാതെ രാവിലെ മാത്രമാണ് ഞാനിപ്പോൾ ചായ കുടിക്കുന്നത്. പിന്നീട് അതിൻ്റെ ഇടയിലുള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3-4 പ്രാവശ്യമൊന്നും ചായ ഇപ്പോൾ കുടിക്കാറില്ല. ഒരു ദിവസം വിത്തൗട്ട് ഷുഗർ ഒരു ചായ മാത്രമാണ് ഇപ്പോൾ കുടിക്കാറുള്ളത്. അപ്പോൾ ചായ കൂടി നിർത്തിയപ്പോൾ തന്നെ നല്ല രീതിക്ക് എൻ്റെ ഫേസിലുള്ള പിമ്പിൾസ് ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സ്കിന്നിൽ അല്ലെങ്കിൽ എൻ്റെ ബോഡിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഷുഗർ യൂസ് ചെയ്യുന്നത് ചായ വഴിയാണ് എന്നെനിക്ക് ആ സമയത്താണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ ഇട്ടുള്ള ചായ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു ഈ 2 ആഴ്ച. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ നമ്മുടെ മുട്ടായി സ്വീറ്റ്സ് ഒക്കെ കഴിക്കുന്നത് അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് കഴിക്കുന്നത് ഇതും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ കോളേജൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് വൈകുന്നേരം സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും ബേക്കറിയിൽ നിന്ന് ഇപ്പോൾ ലഡോ, ജിലേബി അല്ലെങ്കിൽ ബേക്കറിയിൽ കയറുന്ന സമയത്ത് തന്നെ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് ഞാൻ വാങ്ങാറുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിക്ക് മധുരം യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല മധുരമുള്ള സ്വീറ്റ്സുകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത്. ഗുലാബ് ജാം ആണെങ്കിലും അതുപോലുള്ള സ്വീറ്റ്സ് ഒക്കെ നല്ല രീതിക്ക് മധുരം ഈ ഷുഗർ കണ്ടന്റ് വരുന്ന സ്വീറ്റ്സുകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈകിട്ട് ചായ കുടിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് വൈകുന്നേരം ആ ഒരു സ്നാക്സ് എന്നുള്ള ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ മാത്രം ചായ കുടിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് ചോറാണ് കഴിക്കുന്നത്. വേറെ ഷുഗർ കണ്ടന്റുള്ള ഒന്നും അതിൻ്റെ ഇടയിൽ കഴിക്കാറില്ല. അതുപോലെ തന്നെ വൈകിട്ട് വീട്ടിൽ വന്നതിന് ശേഷമുള്ള ചായയും അതുപോലെ സ്വീറ്റ്സ് കഴിക്കുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരം കഴിക്കുന്നതും ഇതെല്ലാം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഞാൻ ഷുഗർ ഡയറ്റ് തുടങ്ങിയിട്ട് ഒരു 2-3 ദിവസത്തിന് ശേഷം എടുത്തതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ഫേസിലുള്ള ആ കംപ്ലീറ്റ് പിമ്പിൾസും നല്ല രീതിക്ക് തന്നെ മാറി വരുന്നുണ്ട്. അത് മാത്രമല്ല ഫേസിന് ഒരു പ്രത്യേക ഗ്ലോ വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് നമ്മുടെ ഷുഗർ കണ്ടൻറ്റുള്ള ഫുഡൊക്കെ നമ്മൾ നിർത്തുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ക്യാരക്ടർ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ ഒരു സങ്കടം ഉള്ളതുപോലത്തെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക് ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ. കാരണം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എൻ്റെ ഷുഗർ നിർത്തിയ സമയത്ത് എന്തോ കളഞ്ഞതുപോലെ അല്ലെങ്കിൽ എന്തോ കളഞ്ഞ അണ്ണാനെ പോലെ ആയിരുന്നു ആദ്യത്തെ ഒരു 2-3 ദിവസം എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഒരു സന്തോഷമില്ലാത്ത അല്ലെങ്കിൽ ഒരു മൂടി ആയിട്ടുള്ള ഒരു ശോകം അടിച്ച ഒരു ദിവസങ്ങളായിരുന്നു ആദ്യത്തെ 2 ദിവസം. പക്ഷെ അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശീലിച്ച് വന്ന ഈ ഒരു ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഭക്ഷണ രീതി നിർത്തുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നതായിട്ട് തോന്നും. പ്രത്യേകിച്ച് നമ്മൾ ആ വൈകുന്നേര സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചായയും പലഹാരമൊക്കെ കഴിക്കുന്ന സമയമാണ്. അപ്പോൾ പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്ത സമയത്ത് എനിക്ക് നല്ല രീതിക്ക് ആ സമയത്ത് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശപ്പ് മാറ്റാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരുന്നത് ഞാൻ കഴിക്കുന്നതെന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷുഗർ ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ അധികം ഓയിലൊന്നും ഇല്ലാത്ത ഫുഡുകളായിരുന്നു കൂടുതലും കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിന് വേണ്ടി ചൂസ് ചെയ്തത് ഫ്രൂട്ട്സ് ആണ്. കോളേജ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ ആദ്യം ബേക്കറിയിൽ ചെന്ന് സ്വീറ്റ്സ് വാങ്ങിയതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഫ്രൂട്ടാണ് വാങ്ങിച്ചിട്ട് വരുന്നത്. ചിലപ്പോൾ ഗ്രേപ്സ് ആവാം, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ആപ്പിൾ ആവാം, ചില ദിവസങ്ങളിൽ പേരയ്ക്കാകാം. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളാണ് ഞാൻ ഓരോ ദിവസവും കഴിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സിന് വേണ്ടിയിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ നട്ട്സാണ്. പാക്കറ്റിൽ വരുന്ന ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള നട്ട്സുകളൊക്കെ ചേർന്ന് വരുന്ന ഒരു പാക്കറ്റാണ് വാങ്ങിക്കുന്നത്. ഒരു ബോക്സിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിക്കുള്ള സ്നാക്സുകളാണ് ഈ ഒരു ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള രീതിക്കാണ് ഞാൻ പിന്നീട് ഈ ഒരു 2 ആഴ്ചയും ഫുഡ് ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂടുതലും ഞാൻ ഈ ഒരു ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഒരു 7 മണി 7:30 ആ ടൈമിലൊക്കെയാണ് കഴിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് രാത്രിയുള്ള ആ ഒരു ഫുഡ് അവിടെ ഒഴിവാക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. 7 മണിക്ക് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമ്മുടെ വയറ് സത്യം പറഞ്ഞാൽ ഫുള്ളായിരിക്കും. അപ്പോൾ പിന്നെ രാത്രി നമുക്ക് വീണ്ടും ചോറ് അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ആ ഒരു ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെ ഇല്ല. രാത്രി ഈ ഒരു 7 മണിയൊക്കെ ആവുന്ന സമയത്ത് തന്നെ ഞാൻ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നട്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ രാത്രിയിൽ നമുക്ക് ചോറ് കഴിക്കേണ്ട ആവശ്യം എനിക്ക്
ഈ ഒരു 2 ആഴ്ചയിലും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല ഒത്തിരി വിശപ്പൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ചില ദിവസങ്ങളിൽ വളരെ കുറച്ച് ചോറും മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഈ ഒരു 2 ആഴ്ച എന്തൊക്കെ സാധനങ്ങളാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. ഞാൻ ഈ ഒരു ഡയറ്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബ്ലാക്ക്ബെറി ആണ്, ബ്ലാക്ക്ബെറി ഡ്രൈ ഫ്രൂട്ടാണ്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഈ നമ്മുടെ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിനൊക്കെ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു പാക്കറ്റാണ്. ഇതിൽ വാൾനട്ടും കാഷ്നട്ട്, ബദാം അങ്ങനെ വരുന്ന ഒരു പാക്കറ്റാണ്. അതിൻ്റെ താഴോട്ട് കുറച്ച് സീഡ്സ് ആണ് വരുന്നത്. പിന്നെ ഞാൻ വൈകുന്നേരം ഈ ഒരു ചായയുടെയൊക്കെ സമയത്താണ് ഞാനിവിടെ കരിക്കും, അതുപോലെ തന്നെ ഇത് നമ്മുടെ നാട്ടിൽ പുങ്കെന്നാണ് പറയുന്നത്, നമ്മുടെ തേങ്ങയുടെ അകത്ത് വരുന്നതാണ്. പിന്നെ ഇതൊരു ഒരാഴ്ചയ്ക്ക് ശേഷമുള്ളതാണ്. നമ്മൾ നേരത്തെ വാങ്ങിച്ച ആ ഒരു നട്ട്സിൻ്റെ പാക്കറ്റ് ഏകദേശം തീരാറായിട്ടുണ്ട്. ഒരാഴ്ചയിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ടും ഈവനിങ് ടൈമിൽ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈവനിങ് ചായ കുടിക്കുന്നതിന് പകരം കരിക്കാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈവനിങ് ഞാൻ കോളേജ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് വരാറുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം വാങ്ങിച്ചതാണ് ഈ ഒരു പേഴ്സിമൻ. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. രാത്രിയിലൊക്കെ പല ദിവസങ്ങളിലും ഇതുപോലുള്ള ഫ്രൂട്ട്സ് ആണ് ഞാൻ കഴിക്കാറുണ്ടായിരുന്നത്. പിന്നെ ഒരു 2-3 ദിവസത്തിന് ശേഷം ഞാൻ കുറച്ച് ഗ്രേപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസമായിട്ടാണ് ഈ ഒരു ഗ്രേപ്സ് കഴിച്ചത്. പിന്നെ അമ്മ എനിക്ക് കുറച്ച് നട്ട്സ് വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് വലിയ പാക്കറ്റാണ്. ഇതിൽ വന്നിട്ട് ബദാമും കാഷ്നട്ടും പിസ്തയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പാക്കറ്റും വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് 2 പാക്കറ്റിൽ ഈത്തപ്പഴം വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നോർമൽ ഡേറ്റ്സ് ആണ്. അപ്പോൾ മധുരമൊക്കെ കുറയ്ക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇതൊക്കെ. അപ്പോൾ പല ദിവസങ്ങളിലും രാത്രിയിലുള്ള എൻ്റെ ഭക്ഷണം ഇതാണ്. എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നട്ട്സൊക്കെയാണ് ഞാൻ കഴിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വയറ് ഫുള്ളാകുകയും ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ വെയിറ്റ് ഓവറായിട്ട് കൂടുകയില്ല. നമുക്കൊരു ഒരു കറക്റ്റ് ഡയറ്റായിട്ട് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ രാത്രിയിൽ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പണ്ട് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ജ്യൂസാണ് വാങ്ങിച്ച് കുടിക്കാറുണ്ടായിരുന്നത്. ഞാനിപ്പോൾ ചായയാണ് വാങ്ങിക്കാറുള്ളത്. വിത്തൗട്ട് ഷുഗർ വരുന്ന ചായയാണ് വാങ്ങാറുണ്ടായിരുന്നത്. മധുരം ഇല്ലാത്ത ചായയാണ് നോർമലി ഞാനിപ്പോൾ കുടിക്കാറുള്ളത്. എല്ലാ ദിവസവും കോളേജ് കഴിഞ്ഞ് വീട്ടിൽ വൈകിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ഉണ്ടാവും. ഇത് ഒരു ദിവസം ഉണ്ടായിരുന്നതാണ് നമ്മുടെ നൊങ്കാണ്. എനിക്ക് നൊങ്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു 2 ആഴ്ച എൻ്റെ ഷുഗർ ഡയറ്റിൽ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഈ ഷുഗർ ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വെയിറ്റും നല്ല രീതിക്ക് തന്നെ കുറഞ്ഞു വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ഡയറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ കുറച്ച് എന്തെങ്കിലും എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വെയിറ്റ് കുറഞ്ഞു വരും. ഞാനിവിടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു, എൻ്റെ ഈ ഒരു പിമ്പിൾസ് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു ഷുഗർ ഡയറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴും ഞാനിത് കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. ഇതുവരെയും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഇതുവരെയും ഷുഗർ കണ്ടന്റ് വരുന്ന ഫുഡുകളൊന്നും ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും ഞാൻ എൻ്റെ ഷുഗർ ഡയറ്റിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കും ഷുഗർ ഡയറ്റ് തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടി നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ കട്ട് ചെയ്യണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആഴ്ചയിൽ 2 ദിവസമൊക്കെ വേണമെങ്കിൽ 2 ദിവസത്തിനിടയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഷുഗർ കണ്ടന്റുള്ള ചെറിയ രീതിക്കൊക്കെ ഷുഗർ കണ്ടന്റുള്ള സ്വീറ്റ്സോ ഫുഡൊക്കെ കഴിക്കാവുന്നതാണ്. പക്ഷെ ഞാൻ എൻ്റെ ഈ ഒരു 2 ആഴ്ചയും കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഇത്രയും വർഷം നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന ആ ഒരു ഫുഡ് സൈക്കിളിൽ നിന്ന് പെട്ടെന്നാണ് നമ്മൾ ചേഞ്ച് ആവുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഫുഡൊക്കെ കാണുമ്പോൾ, സ്വീറ്റ്സ് ഒക്കെ കാണുന്ന സമയത്ത് ഒരു ക്രേവിങ്സ്, നമുക്കത് കഴിക്കണം എന്നുള്ള ഒരു ഫീല് വന്നിട്ടുണ്ടായിരുന്നു ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ. പക്ഷെ പിന്നീട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഷുഗർ വിത്തൗട്ട് ഷുഗർ ഫുഡുകൾ കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ആ ഒരു ഷുഗർ കഴിക്കണം അല്ലെങ്കിൽ ഷുഗർ കണ്ടന്റുള്ള ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് കുറഞ്ഞു വന്നു. ഇപ്പോൾ സത്യം പറഞ്ഞ ഷുഗർ കണ്ടന്റുള്ള ഫുഡ് കാണുന്ന സമയത്ത് എനിക്ക് കഴിക്കാൻ തോന്നാറില്ല. കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ആ ഒരു ക്രേവിങ്സ് കംപ്ലീറ്റ് ആയിട്ട് മാറി വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഫേസിലും ഇതുപോലെ ഒത്തിരി പിമ്പിൾസിൻ്റെ മാർക്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുപോലെ ഒത്തിരി എന്നെപ്പോലെ തന്നെ ഒരുപാട് ഷുഗർ കണ്ടന്റുള്ള ഫുഡുകൾ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 2 ആഴ്ചത്തേക്ക് ഈ ഒരു ഷുഗർ ഡയറ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങളുടെ ഫേസിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഷുഗർ കണ്ടന്റ് കുറച്ചതിന് ശേഷം നിങ്ങളുടെ ഭക്ഷണ രീതിയിലോട്ട് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഫേസ് ക്ലിയർ ആയിട്ട് വരും.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഷുഗർ ഡയറ്റിൽ ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത് എൻ്റെ എൻ്റെ സ്കിൻ ക്ലിയർ ആവാനായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫേസിൽ യൂസ് ചെയ്യുന്ന ക്രീമുകൾ, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ എൻ്റെ മേക്കപ്പ് വീഡിയോസൊക്കെ കാണുന്നവർക്ക് മനസ്സിലാകും, ഞാൻ എപ്പോഴും എൻ്റെ ഫേസിൽ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ടാൽക്കം പൗഡറാണ്. നമ്മുടെ നോർമൽ ടാൽക്കം പൗഡർ മാത്രമാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഒത്തിരി പേര് കമൻറ്റ് ബോക്സിൽ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം, അതുപോലെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് യൂസ് ചെയ്ത് ഞാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ഫേസിൽ പിമ്പിൾസ് വരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത് യൂസ് ചെയ്തത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല, എന്തായാലും ഈ ഒരു സ്കിൻ കെയർ ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ ഫേസിൽ ഇതുപോലെ പിമ്പിൾസ് ഒരുപാട് വരാനായിട്ട് തുടങ്ങിയത്. അപ്പം ഞാൻ രണ്ടാമത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടിപ്പ് എന്ന് പറയുന്നത്, കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ എൻ്റെ ഫേസിൽ യൂസ് ചെയ്തിരുന്ന ഈ ഒരു ക്രീം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ഇതുപോലുള്ള പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ആദ്യം സ്റ്റോപ്പ് ചെയ്തത് ഇതുപോലെ BB ക്രീമാണ്. വളരെ കുറച്ച് BB ക്രീം മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ BB ക്രീം യൂസ് ചെയ്യുന്നത്, അല്ലാതെ ഞാൻ ഡെയിലി യൂസ് ചെയ്യാറേ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്യൂബ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, ഒട്ടും തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. വളരെ കുറച്ച് മാത്രം, 1-2 വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു BB ക്രീം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ യൂസ് ചെയ്തിരുന്ന 2 സൺസ്ക്രീനാണിത്. 2 സൺസ്ക്രീനും ഞാൻ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാറേ ഇല്ല. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. കോംബോ ആയിട്ട് വരുന്ന 2 സൺസ്ക്രീൻ ആയിരുന്നു ഇത്. അതിൽ ഒരെണ്ണം മാത്രം ഈ ഇത്ര വരെ, ഒരു പകുതി വരെ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയും ഒരു ബോട്ടിൽ എനിക്ക് ബാക്കി ഇരിക്കുന്നുണ്ട്. രണ്ടാമത് ഞാൻ യൂസ് ചെയ്ത സൺസ്ക്രീൻ ഇതാണ്. ഇതൊരു ടിൻറ്റഡ് ആയിട്ട് വരുന്ന, നമുക്ക് വേണമെങ്കിൽ ഒരു ഫൗണ്ടേഷൻ പോലെയും ഇടാൻ പറ്റുന്ന ഒരു സൺസ്ക്രീനാണിത്. അപ്പോൾ ഇതും ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫേസിൽ യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് പ്രൊഡക്ട്സും ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പണ്ട് 1-2 ഷോർട്ട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, നമ്മുടെ ഫേസിൽ ഒരു കെയറും ചെയ്യാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആയിരിക്കും. പക്ഷേ സ്കിൻ കെയർ ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് നമ്മുടെ ഫേസിൽ ഒത്തിരി പിമ്പിൾസും അതുപോലെ തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ള ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് 100% എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ടായിരുന്നത്. പണ്ട് ഞാൻ ഒരു സ്കിൻ കെയറും ചെയ്യാറില്ല, വെറും ടാൽക്കം പൗഡറും കരിയും പൊട്ടും മാത്രം വയ്ക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ പിന്നീട് ഞാൻ സ്കിൻ കെയർ ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ ഫേസിൽ ഇതുപോലുള്ള പിമ്പിൾസൊക്കെ, വലിയ വലിയ പിമ്പിൾസൊക്കെ വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് ഇതാണ്, ഞാൻ എൻ്റെ ഫേസിൽ യൂസ് ചെയ്ത കംപ്ലീറ്റ് ആയിട്ടുള്ള ക്രീമുകളും അതുപോലെ തന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇതുപോലുള്ള സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഇത് ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ പണ്ട് മുതലേ ഇത് മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഞാൻ ഇതൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമായിരുന്നു എൻ്റെ ഫേസിൽ പിമ്പിൾസ് ഒക്കെ വരാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ 2 ടിപ്സ് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ഫേസ് ഞാൻ പഴയതുപോലെ ക്ലിയർ സ്കിന്നാക്കി മാറ്റിയത്. പിമ്പിൾസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറി, പിമ്പിൾസിൻ്റെ ആ ഒരു മാർക്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയത് ഈ 2 ടിപ്പ് യൂസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് വൺ ആണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമ്മുടെ ഷുഗർ ഡയറ്റ്. രണ്ടാമത് ഞാൻ യൂസ് ചെയ്തിരുന്ന ആ ഒരു സ്കിൻ കെയർ, ആ ഒരു പ്രൊഡക്ട്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 2 കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് പഴയതുപോലെ എൻ്റെ ക്ലിയർ സ്കിന്ന് എനിക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റിയത്. പിന്നെ ഇടയ്ക്കൊക്കെ സമയം കിട്ടുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ രീതിക്കുള്ള ഫേസ് പാക്കുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് എപ്പോഴും സമയം കിട്ടാറില്ല. കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ഫേസ് പാക്കുകളൊക്കെ ചെയ്യാറുണ്ട്. മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ തൈരൊക്കെ യൂസ് ചെയ്ത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു. സ്പെഷ്യലായിട്ട് വേറെ ഒരു ഫേസ് പാക്കുകളും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ 2 ആഴ്ചയിൽ ഞാൻ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫേസിൽ ഒത്തിരി പിമ്പിൾസ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷുഗർ ഡയറ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ ഈ 2 ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വർക്കായോ എന്നുള്ളത് മറക്കാതെ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു.
നിങ്ങളുടെ ഫേസിൽ വരുന്ന കംപ്ലീറ്റ് പിമ്പിൾസ് ഒക്കെ മാറ്റി നിങ്ങളുടെ ഫേസ് പഴയതുപോലെ ഗ്ലോയിങ് സ്കിൻ ആക്കാനും പഴയതുപോലെ ക്ലിയർ സ്കിൻ ആക്കാനും ഞാൻ പറഞ്ഞിട്ടുള്ള ഈ 2 ടിപ്സ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.